Hello everyone, welcome to UX Design Foundation course by Stolen. ഇന്ന് മൊഡ്യൂൾ 1 ആണ്, തിങ്ക് ലൈക്ക് എ ഡിസൈനർ. ലാസ്റ്റ് മൊഡ്യൂളിൽ കാണാൻ വിട്ടുപോയവർ മൊഡ്യൂൾ 0 ദ ട്രൂത്ത് അബൌട്ട് UX ഡിസൈൻ കാണാൻ മറക്കണ്ട. ഇന്നത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് ഞാൻ പറയാം. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കീ കോൺസെപ്റ്റ്സ്, മനുഷ്യൻ്റെ സൈക്കോളജി എങ്ങനെയാണ് ഡിസൈൻ ഡിസിഷൻസിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ, ഇൻക്ലൂസീവ്, എക്വിറ്റീവ് ഫോക്കസ് ഡിസൈനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആക്സസിബിലിറ്റി, അസിസ്റ്റീവ് ടെക്നോളജി എന്നിവയുടെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാം. എല്ലാ ഡിവൈസുകളിലും കോണ്ടെക്സ്റ്റുകളിലും യൂസർ ഫസ്റ്റ് തിങ്കിങ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിൻ്റെ ബേസിക്സ് നമുക്ക് ചർച്ച ചെയ്യാം. വിവിധ തരം യൂസേഴ്സിന് വേണ്ടി ഗ്ലോബൽ ഡിസൈൻ കൺസിഡറേഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഡിസൈനർ എന്ന നിലയിൽ നിങ്ങളുടെ സ്വന്തം ബയാസസും അസംഷൻസും എങ്ങനെ ഡിസൈനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നും നമുക്ക് മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ ഹ്യൂമൻ ബ്രെയിൻ എഫക്ട് ദ ഡിസൈൻ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ UX decisions is not about screen. It's about how human think, feel and make decisions. ഒരു മികച്ച പ്രൊഡക്ട്സ് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കണം. മനുഷ്യർ എല്ലായ്പ്പോഴും ലോജിക്കലി പെരുമാറണമെന്നില്ല. നമ്മൾ പെട്ടെന്നുള്ള ഇമോഷണൽ ഡിസിഷൻസ് എടുക്കാറുണ്ട്, ഹാബിറ്റ്സിനെ ആശ്രയിക്കാറുണ്ട്, കൂടാതെ മെൻ്റൽ ഷോർട്ട് കട്ട്സ് എടുക്കുകയും ചെയ്യാറുണ്ട്. ഹ്യൂമൻസ് ആർ പ്രഡിക്റ്റബിളി ഇറാഷണൽ. മനുഷ്യർ എല്ലായ്പ്പോഴും ലോജിക്കലി പെരുമാറുന്നില്ല. നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന ഇമോഷണൽ ഷോർട്ട് കട്ട്സ് എപ്പോഴും എടുക്കാറുണ്ട്. എന്താണ് ഹ്യൂറിസ്റ്റിക്? എ ഹ്യൂറിസ്റ്റിക് ഈസ് എ മെൻ്റൽ ഷോർട്ട് കട്ട്, റൂൾ ഓഫ് തംബ് ഓർ പ്രോബ്ലം സോൾവിംഗ് ടെക്നിക് ദാറ്റ് അലൗസ് for a fast and efficient solution, though not necessarily the most optimal one. ഹ്യൂറിസ്റ്റിക് എന്നത് ഒരു മെൻ്റൽ ഷോർട്ട് കട്ടോ റൂൾ ഓഫ് തമ്പോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് ടെക്നിക്കോ ആണ്. അത് ഏറ്റവും വേഗതയുള്ളതും എഫിഷ്യൻറ്റുമായ ഒരു സൊല്യൂഷൻ നമുക്ക് നൽകും. മനുഷ്യൻ എപ്പോഴും എനർജി സേവ് ചെയ്യാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ലെസ് എനർജി കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ മനുഷ്യൻ നോക്കുന്നത്. എല്ലായ്പ്പോഴും ഈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അത് ഏറ്റവും ഒപ്റ്റിമലോ പെർഫെക്റ്റോ ആവണമെന്നില്ല. നിങ്ങളൊരു കോഫി ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത് അത് ചീപ്പസ്റ്റ് ആയതുകൊണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അത് ഫെമിലിയർ ആയതുകൊണ്ടാവാം. നിങ്ങളൊരു ഒറ്റ ന്യൂസ് അപ്ഡേറ്റിന് വേണ്ടി മാത്രം ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു ന്യൂസ് ആപ്പ് സ്ക്രോൾ ചെയ്യുന്നതും ഒരു ഹാബിറ്റ് ലൂപ്പ് ബിഹേവിയറാണ്. ഇങ്ങനത്തെ ഇമോഷണൽ പാറ്റേൺസ് അവഗണിച്ചാൽ ഡിസൈനേഴ്സ് അവർ മെഷീനിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത് പോലെ ആവും, മൈൻഡിന് വേണ്ടി ചെയ്യുന്നത് പോലെ ആവില്ല. നമ്മളിൽ മിക്കവാറും സ്വന്തം പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ചിന്തിക്കാറ്. നമ്മളെല്ലാവരും നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നേ ലോകത്തിനെ കാണാറുമുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരുപാട് റിലേഷൻഷിപ്സ് തകരാനും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാനും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വർദ്ധിക്കാനുമുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണിത്. നമ്മൾ അസ്യൂം ചെയ്യും, ഇത് എനിക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും വർക്കാവുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഡിസൈൻ ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. To think like a designer, you need to train your mind to step outside yourself and step into the world of others. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണാൻ ശ്രമിക്കണം. Your opinion is not the user's reality. Cognitive bias, a systematic error in thinking that affects decisions and judgment. ഡിസൈനേഴ്സ് പലപ്പോഴും പ്രൊജക്ഷൻ ബയാസിൽ വീഴാറുണ്ട്. അതായത് യൂസർ അവരെ പോലെ ചിന്തിക്കുമെന്ന് അസ്യൂം ചെയ്യും. ഡിസൈനിങ് ഫോർ എവ്രി വൺ. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പലതരം കൾച്ചർ, എബിലിറ്റി, ഇൻകം, ഏജ്, ലാംഗ്വേജ്, ഡിവൈസ്, ഫിയർ, ഹാബിറ്റ്സ്, ഡ്രീംസ് എന്നിവയുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഡിസൈനിൽ വൺ സൈസ് ഫിറ്റ് ഓൾ എന്നൊന്നില്ല.
ക്ലോത്തിങ്ങിൽ പോലും ഫ്രീ സൈസ് അപൂർവമായി മാത്രമേ എല്ലാവർക്കും ഫിറ്റ് ആവാറുള്ളൂ. ശരിയല്ലേ? UXലും അതുപോലെയാണ്. ഒരു ഡിസൈൻ എല്ലാവർക്കും അടിച്ചേൽപ്പിക്കുന്നത് എക്സ്ക്ലൂഷന് കാരണമാവുന്നു. ഗുഡ് ഡിസൈനേഴ്സ് ഡിസൈൻ ബിയോണ്ട് ദംസെൽവ്സ്. അപ്പോൾ ഗ്രേറ്റ് ഡിസൈനേഴ്സോ? ദേ ഡിസൈൻ ബിയോണ്ട് ദെയർ വേൾഡ്. ഇനി ഞാനൊരു പേഴ്സണൽ സ്റ്റോറി പറയാം. ഞാൻ പഠിച്ചത് ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ചർ സ്കൂളിൽ ഡിസൈൻ എങ്ങനെ ആളുകളുടെ ലൈഫ് എളുപ്പമാക്കാമെന്നതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. പക്ഷേ ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഒരു പബ്ലിക് ബിൽഡിംഗ് പ്ലാൻ നോക്കി എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. ഒരു സ്റ്റെയർ കേസ് ഉള്ള അതേ ബിൽഡിങ്ങിൽ എന്തിനാണൊരു റാമ്പ് എന്ന്? ഒരുപാട് സ്ഥലം ഈ റാമ്പ് കാരണം പോകുന്നില്ലേ? അന്ന് അതൊരു ആവശ്യമില്ലാത്ത ഒന്നായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ആ ചിന്ത തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് പിന്നീട് ഒരു ബിൽഡിംഗ് കേസ് സ്റ്റഡിക്കിടയിൽ ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റാതെ വീൽ ചെയറിലിരിക്കുന്ന ഒരാളെ കണ്ടപ്പോഴാണ്. ആ റാമ്പ് വെറും ഒരു കോൺക്രീറ്റ് മാത്രമായിരുന്നില്ല, അതൊരു ഫ്രീഡം ആയിരുന്നു. വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്ക്, ഒരു എൽഡർലി പേഴ്സണ്, ഒരു സ്ട്രോളർ തള്ളുന്ന പാരൻറ്റിന് ആ റാമ്പ് എന്നാൽ ആക്സസും ഡിഗ്നിറ്റിയും ഇൻഡിപെൻഡൻസും ആയിരുന്നു. ദാറ്റ് മൊമെന്റ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഹൗ ഐ സോ ഡിസൈൻ. ഐ സ്റ്റോപ്പ് തിങ്കിങ് ഓഫ് ഡിസൈൻ ആസ് സംതിങ് ദാറ്റ് മേക്ക് തിങ്സ് ലുക്ക് ബെറ്റർ. എല്ലാവർക്കും ലൈഫ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് ഡിസൈനിനെ ഞാൻ കാണാൻ തുടങ്ങി. 3 ways designers think about users. 1. യൂണിവേഴ്സൽ ഡിസൈൻ. വൺ പ്രൊഡക്റ്റ് ഫോർ ദ വൈഡസ്റ്റ് റേഞ്ച് ഓഫ് പീപ്പിൾ. അതാണ് യൂണിവേഴ്സൽ ഡിസൈൻ. നിങ്ങളൊരു സ്വിസ് ആർമി നൈഫ് ആലോചിച്ച് നോക്കൂ. ഇറ്റ് ക്യാൻ ഡു എവ്രിതിങ്. പക്ഷേ അതിലും ഒരു ടൂൾസും ബെസ്റ്റ് അല്ല. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ ഡിസൈൻ. എല്ലാവർക്കും വേണ്ടി സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ആവറേജോ ബിലോ ആവറേജോ ആയി മാറാറുണ്ട്. യൂണിവേഴ്സൽ ഡിസൈൻ യൂസ്ഫുൾ ആണ്, പക്ഷേ എല്ലായ്പ്പോഴും അത് മതിയാവില്ല. ഓട്ടോമാറ്റിക് ഡോർസ് ഇതിനൊരു എക്സാമ്പിളാണ്. വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും സ്റ്റോളേഴ്സ് ഉള്ള പാരൻസിനും ഗ്രോസറി ക്യാരി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ബെനിഫിറ്റ് ചെയ്യാറുണ്ട്. ഇനി ഇൻക്ലൂസീവ് ഡിസൈൻ. ഇൻക്ലൂസീവ് ഡിസൈൻ സോൾവ് ഡീപ്ലി ഫോർ വൺ ഗ്രൂപ്പ് ദെൻ എക്സ്റ്റെൻഡ് ടു മെനി. നിങ്ങൾ ഡെഫായ ആളുകൾക്ക് വേണ്ടി ക്യാപ്ഷൻ ഡിസൈൻ ചെയ്താൽ അത് പബ്ലിക് സ്പേസിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഹെഡ്ഫോൺ ഇല്ലാത്ത ആൾക്കാർക്കും പുതിയ ലാംഗ്വേജ് പഠിക്കുന്ന ആൾക്കാർക്കും ഓഡിയോ മിസ്സായിപ്പോയ ആൾക്കാർക്കും എല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇൻക്ലൂസീവ് ഡിസൈൻ എന്നാൽ തോട്ട്ഫുൾ പ്ലസ് ലെയേർഡ് പ്ലസ് എക്സ്പാൻഡിങ് എന്നാണ്. ഇനി എക്വിറ്റി ഫോക്കസ് ഡിസൈൻ. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എക്വിറ്റി ഡിസൈനിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി. ലാസ്റ്റ് മൊഡ്യൂളിൽ കാണാൻ വിട്ടുപോയവർ മൊഡ്യൂൾ 0 ദ ട്രൂത്ത് അബൌട്ട് UX ഡിസൈൻ കാണാൻ മറക്കണ്ട. എക്വിറ്റി ഫോക്കസ് ഡിസൈൻ എന്നാൽ ഡിസൈൻ പ്രൊഡക്ട്സ് ദാറ്റ് അപ്ലിഫ്റ്റ് ദോസ് ഹിസ്റ്റോറിക്കലി എക്സ്ക്ലൂഡഡ് ആണ്. ദിസ് ഈസ് എ ന്യൂ ഫ്രണ്ടിയർ. Design products that uplift people who were historically ignored. എക്വിറ്റിയും ഇക്വാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇക്വാലിറ്റി ഈസ് ഗിവിങ് എവരി വൺ ദ സെയിം തിങ്. ഇക്വാലിറ്റി എന്നാൽ എല്ലാവർക്കും സെയിം ഡിസൈനും സെയിം ആക്സസും സെയിം ഫീച്ചേഴ്സും നൽകുന്നതാണ്. കേൾക്കുമ്പോൾ ഇത് ഫെയർ ആയിട്ട് തോന്നുമെങ്കിലും there is a problem. People don't start from the same place. ഹിസ്റ്റോറിക്കലി ഇഗ്നോർഡ് ആയ ഡിഫറെൻറ്റ് എബിലിറ്റീസ് ഉള്ള പല കോണ്ടാക്ട്സിലുള്ള ആളുകൾക്കും സെയിം സൊല്യൂഷൻ നൽകുന്നത് സെയിം പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യില്ല. എന്നാൽ ഇക്വിറ്റി എന്നാൽ ഗിവിങ് എവരി വൺ വാട്ട് ദേ നീഡ് ടു സക്സീഡ് ആണ്. ഇക്വിറ്റി ഡിസൈനിങ് അപ്പോൺ ബേസ്ഡ് ഓൺ നീഡാണ്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ആദ്യമായിട്ട് വോയിസ് അസിസ്റ്റൻസ് ലോഞ്ച് ചെയ്തപ്പോൾ പലരും ആക്സെൻറ്റ് മനസ്സിലാക്കുന്നതിൽ ഫെയിലായിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യൻ ആക്സെൻറ്റ്. ആക്ച്വലി പീപ്പിൾ വേർ ഇൻ റോങ്. പ്രൊഡക്റ്റ് വാസ് റോങ്. തെറ്റ് പറ്റിയിരുന്നത് ആളുകൾക്കല്ല, പ്രൊഡക്റ്റിനായിരുന്നു. പിന്നീട് കമ്പനീസ് പലതരം യൂസേഴ്സിൽ ടെസ്റ്റ് ചെയ്ത് ആക്യുറസി ഇംപ്രൂവ് ചെയ്തു. ലെസൺ എന്തായിരുന്നു? ഡൈവേഴ്സിറ്റി ഒരു നൈസ് ടു ഹാവ് ഫീച്ചർ അല്ല,
അതൊരു ഡിസൈൻ നെസസിറ്റി ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെക്ക് പോയിന്റ് ആയാലോ. വിച്ച് ഡിസൈൻ അപ്രോച്ച് ഫോക്കസ് ഓൺ ഗിവിംഗ് യൂസേഴ്സ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ബേസ്ഡ് ഓൺ ദെയർ നീഡ്സ്? എ യൂണിവേഴ്സൽ ഡിസൈൻ, ബി ഇക്വിറ്റി ഫോക്കസ് ഡിസൈൻ, സി ഇൻക്ലൂസീവ് ഡിസൈൻ. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മൾ കൂടുതൽ ഡെപ്തിലേക്ക് പോവാം. അസിസ്റ്റീവ് ടെക്നോളജി അഥവാ AT. Assistive technology includes tools that help people with disabilities learn, communicate, and live independently. And it's not just about tech. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പഠിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനും സഹായിക്കുന്ന ടൂൾസ് ഉൾപ്പെടുന്നതാണ് അസിസ്റ്റീവ് ടെക്നോളജി. ഇത് വെറും ടെക്ക് മാത്രമായിട്ട് കാണണ്ട. നിങ്ങൾക്കറിയായിരുന്നോ, ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള സൂമും ഡാർക്ക് മോഡും ഒറിജിനലി ക്രിയേറ്റ് ചെയ്തിരുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയായിരുന്നു. നൗ അതെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനർത്ഥം ആക്സസിബിലിറ്റി ഡിസബിലിറ്റിക്കോ ഡിഫറെൻ്റ്ലി ഏബിൾഡിനോ വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ എന്നും കാണുന്ന ആക്സസിബിലിറ്റി ആക്ഷൻസ് എന്തൊക്കെയാണ്? പിഞ്ച് ടു സൂം, അത് വിഷ്വൽ എയ്ഡിന് വേണ്ടിയായിരുന്നു. ഡാർക്ക് മോഡ്, അത് കോൺട്രാസ്റ്റ് അസിസ്റ്റിന് വേണ്ടിയായിരുന്നു. സബ് ടൈറ്റിൽസ് ഓൺ യൂട്യൂബ്, അത് ഹിയറിംഗ് സപ്പോർട്ടിന് വേണ്ടിയായിരുന്നു. സിറിയും അലക്സയും വോയിസ് ഇൻട്രാക്ഷന് വേണ്ടിയായിരുന്നു. എയർപോർട്ട്സിൻ്റെ ട്രാൻസ്പെറൻസി, അത് എൻവയോൺമെൻറ്റൽ അവെയർനെസ്സിന് വേണ്ടിയായിരുന്നു. ഗുഡ് ആക്സസിബിലിറ്റി ബെനിഫിറ്റ്സ് എവ്രി വൺ, നോട്ട് ജസ്റ്റ് എ ഫ്യൂ. ഒരിക്കൽ ബാംഗ്ലൂരിലോട്ടുള്ള ഒരു ട്രെയിൻ യാത്രയിൽ എനിക്കൊരാളെ പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. സ്ക്രീൻ റീഡിംഗ് ആപ്സും ഫീച്ചേഴ്സും മൊബൈൽ ഫോണുകളിൽ വന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് എത്ര മാറ്റം വരുത്തിയെന്ന് അദ്ദേഹം എന്നോട് പറയാനിടയായി. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സും സർക്കംസ്റ്റൻസസും ഉള്ള ആളുകളായിട്ട് സംസാരിക്കുന്നതും ഇൻട്രാക്ട് ചെയ്യുന്നതും എംപതി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് ഗ്രേറ്റ് ഡിസൈൻ്റെ ഒരു ഗ്രേറ്റ് ഫൗണ്ടേഷനാണ്. ദ കേർബ് കട്ട് എഫക്റ്റ്. നിങ്ങൾ സൈഡ് വാക്കിൻ്റെ കോർണറിൽ ഒരു ചെറിയ റാമ്പ് കണ്ടിട്ടുണ്ടോ? അവ വീൽ ചെയർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ മെല്ലെ മെല്ലെ അവ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. സ്ട്രോളേഴ്സുള്ള പാരൻസും ഡെലിവറി വർക്കേഴ്സും ട്രാവലേഴ്സും ഈവൻ സ്കേറ്റ് ബോർഡ് യൂസേഴ്സ് പോലും അത് ഉപയോഗിച്ച് തുടങ്ങി. അതാണ് കേർബ് കട്ട് ഇഫക്റ്റ്. കേർബ് കട്ട് ഇഫക്റ്റ് ഒരു ഡിസൈൻ പ്രിൻസിപ്പിളാണ്. ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് സഹായിക്കാനുണ്ടാക്കിയ ഫീച്ചേഴ്സ് പലപ്പോഴും എല്ലാവർക്കും ബെനിഫിറ്റ് നൽകുന്നത് എങ്ങനെയാണെന്ന് ഇത് കാണിക്കുന്നു. എഡ്ജിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും മിഡിലുള്ള എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നു. UXൽ ക്യാപ്ഷൻസ്, വോയിസ് അസിസ്റ്റൻസ്, ഹൈ കോൺട്രാസ്റ്റ് മോഡ് എന്നിവയെല്ലാം ആക്സസിബിലിറ്റി ടൂൾസ് ആയിട്ടാണ് തുടങ്ങിയത്. എന്നാൽ ഇവ ഇന്ന് എവരിഡേ എസെൻഷ്യലായി മാറി. ഡിസൈനിങ് ഫോർ ദ ഗ്ലോബൽ മെജോറിറ്റി. നൗ ലെറ്റ്സ് സൂം ഔട്ട് ഫർദർ. 1 ബില്യൺ പുതിയ യൂസേഴ്സ് ഇപ്പോൾ എമർജ് ചെയ്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ബില്യൺ യൂസേഴ്സ് അഥവാ NBU എന്നത് ആദ്യമായി ഓൺലൈനിൽ വരുന്ന ഡെവലപ്പിംഗ് കൺട്രീസുകളിലെ ആളുകളുടെ ഡെമോഗ്രാഫിക്കിനെ സൂചിപ്പിക്കുന്നു. ഇവരൊരു മൊബൈൽ ഫസ്റ്റ് അല്ലെങ്കിൽ മൊബൈൽ ഓൺലി മൈൻഡ് സെറ്റ് ഉള്ളവരാവാം. ഇവരാണ് ഇൻ്റർനെറ്റിൻ്റെ ഭാവി ഷേപ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. അവരുടെ റിയാലിറ്റീസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അധികവും ലോ എൻഡ് ഫോൺസ്, ഷെയർഡ് ഡിവൈസസ്, പ്രീപെയ്ഡ് ഡാറ്റ പ്ലാൻസ്, ലോക്കൽ ലാംഗ്വേജസ്, അതുപോലെ ലിമിറ്റഡ് ഡിജിറ്റൽ കോൺഫിഡൻസ് എന്നിവ ഉള്ളവരാണ് ഇവർ. അവരെ ടെക്നോളജിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. ടെക്നോളജിയെ അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനാണ് നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് ബില്യൺ യൂസേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഡിസൈൻ പ്രിൻസിപ്പിൾ ഇതായിരിക്കണം. ഗൂഗിൾ മാപ്പ് ലൈറ്റും പേടിഎം ലൈറ്റും ഫേസ്ബുക്ക് ലൈറ്റും ഒക്കെ ലോ ബാൻഡ് വിഡ്ത്ത് സോണിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. ഡിസൈൻ അക്രോസ് ഡിവൈസസ് സ്ക്രീനിനപ്പുറം ചിന്തിക്കണം. ഡിസൈൻ ഇനി ഡെസ്ക്ടോപ്പ് ഫസ്റ്റോ മൊബൈൽ ഫസ്റ്റോ അല്ല, അത് ആക്ച്വലി യൂസർ ഫസ്റ്റാണ്. ഓരോ ഡിവൈസിലും ആളുകൾ വ്യത്യസ്തമായിട്ടാണ് ബിഹേവ് ചെയ്യാറ്. അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ്. കാരണം ആളുകൾ വെറുതെ ഡിവൈസ് സ്വിച്ച് ചെയ്യുക മാത്രമല്ല ചെയ്യുക, അവർ കോണ്ടെക്സ്റ്റ്, മൂഡ്, ഗോള് എന്നിവയും സ്വിച്ച് ചെയ്യും. ഒരേ വ്യക്തി തന്നെ
അവരെവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് പൂർണ്ണമായും വ്യത്യസ്തമായി ബിഹേവ് ചെയ്യും. യൂസേഴ്സ് ഡിവൈസ് സ്വിച്ച് ചെയ്യുന്നില്ല, അവർ കോണ്ടെക്സ്റ്റ് ആണ് സ്വിച്ച് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൽ അവർക്ക് വേഗത്തിൽ ബ്രൗസ് ചെയ്യാം, മെസ്സേജിന് റിപ്ലൈ നൽകാം, അല്ലെങ്കിൽ ഒരു റിമൈൻഡർ ചെക്ക് ചെയ്യാം. എന്നാൽ ഡെസ്ക്ടോപ്പിൽ അവർ അനലൈസ് ചെയ്യാനാണ് സാധ്യത, കമ്പയർ ചെയ്യാനും പ്ലാൻ ചെയ്യാനുമാണ് സാധ്യത. ഡീപ്പ് വർക്കിന് ഡെസ്ക്ടോപ്പ് ആയിരിക്കാം യൂസ് ചെയ്യുന്നത്. ഒരു ടി വിയിലോ ടാബ്ലറ്റിലോ അവർ റിലാക്സ് ചെയ്യുകയോ കണ്ടന്റ് കൺസ്യൂം ചെയ്യുകയോ ആകാം ചെയ്യുന്നത്. യൂസർ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുക എന്നത് ആ ബിഹേവിയേഴ്സ് മനസ്സിലാക്കുകയും സ്ക്രീനിന് വേണ്ടിയല്ലാതെ ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ എക്സ്പീരിയൻസ് അഡാപ്റ്റ് ചെയ്യുകയുമാണ്. അതായത് യൂസേഴ്സ് എവിടെയാണോ അവിടെ അവരെ മീറ്റ് ചെയ്യുക. അതൊരു സ്ലോ നെറ്റ്വർക്കിലോ ശബ്ദമുള്ള സ്ഥലത്തോ അതുമല്ലെങ്കിൽ തിരക്കിട്ട എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ ഉപയോഗിക്കേണ്ടി വരുമ്പോഴോ ആവാം. ടൂളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റെസ്പോൺസീവ് ഡിസൈൻസ് റീസൈസിങ്ങും അഡാപ്റ്റിങ്ങുമായിട്ടാണ് പറയപ്പെടാറ്. എന്നാൽ കോർ ഡിസൈനിനെ കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും സംസാരിക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി റീതിങ്കിങ്. റെസ്പോൺസീവ് ഡിസൈൻ. ആദ്യകാല മൊബൈൽ ഡേയ്സിൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് പേജസ് ഷ്രങ്കായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു. അത് ഇമ്പോസിബിൾ ടു യൂസ് ആയിരുന്നു. ഇപ്പോഴോ റെസ്പോൺസീവ് ഡിസൈൻ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി സ്ക്രീനിന് വേണ്ടി അഡ്ജസ്റ്റ് ആവുന്നു. സിറ്റുവേഷന് വേണ്ടി പല ഫീച്ചേഴ്സ് ആഡ് ആവുകയും റിമൂവ് ആവുകയും ചെയ്യുന്നു. ഒരു UX ഡിസൈനർ റെസ്പോൺസീവ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോർട്രേറ്റ് ആണോ, ലാൻഡ്സ്കേപ്പ് ആണോ, ടച്ച് ആണോ, ക്ലിക്ക് ആണോ, സ്വൈപ്പ് ആണോ, വോയിസ് ആണോ, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് എന്താണ്, ഡിവൈസിൻ്റെ പവർ എന്താണ്, സ്പെക്ക് എന്താണ്. ഒരു നല്ല ഡിസൈൻ എല്ലായിടത്തും വർക്കാവും. ഒരു ഗ്രേറ്റ് ഡിസൈൻ എല്ലായിടത്തും നേറ്റീവായിട്ട് ഫീലും ചെയ്യും. ഇനി നമുക്ക് യൂസർ സെൻറ്റേർഡ് ഡിസൈൻ അഥവാ UCD എന്താണെന്ന് നോക്കാം. User-centered design is a creative and systematic approach to design that focuses on the people who will actually use the product. Instead of beginning with technology or business goals, UCD starts with the human, their behavior and emotions and goals. User-centered design എന്നാൽ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അതിൽ യൂസറിൻ്റെ നീഡ്സ് ആണ് ഹേർട്ട് ഓഫ് എവറി ഡിസൈൻ ഡിസിഷനായിട്ട് കാണുന്നത്. യൂസർ സെൻറ്റേർഡ് ഡിസൈനിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. അണ്ടർസ്റ്റാൻഡ്, സ്പെസിഫൈ, ഡിസൈൻ, ടെസ്റ്റ്, ഐട്രേറ്റ്. അണ്ടർസ്റ്റാൻഡ് എന്നാൽ റിയൽ യൂസേഴ്സിനെ അവരുടെ കോണ്ടെക്സ്റ്റിൽ ഒബ്സേർവ് ചെയ്യുക. സ്പെസിഫൈ എന്നാൽ വ്യക്തമായിട്ടുള്ള നീഡ്സും ഗോൾസും ഡിഫൈൻ ചെയ്ത് വയ്ക്കുക. ഡിസൈൻ സ്റ്റേജിൽ ആ ആവശ്യങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ യൂസേഴ്സുമായിട്ട് ഈ ചെയ്തു വെച്ച ഡിസൈൻസ് വാലിഡേറ്റ് ചെയ്യാം. ഐട്രേറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിൽ വരുന്ന ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഇംപ്രൂവ് ചെയ്യാം. യു കാൺ ഡിസൈൻ ഫോർ സംവൺ യു ഹാവിൻറ്റ് ഒബ്സർവ്. യൂസർ സെൻറ്റേർഡ് ഡിസൈനിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാം. ഇനി ഒരു മിനി ഹോംവർക്ക് ആയാലോ? ഒരു UX വർക്കൗട്ട്. നിങ്ങളൊരു എവരിഡേ എക്സ്പീരിയൻസ് തിരഞ്ഞെടുക്കുക. അതിപ്പോൾ ATM ആവാം, ബസ് ബുക്ക് ചെയ്യുന്ന ആപ്പ് ആവാം, IRCTC ആവാം, ഒരു മെഡിസിൻ ബോട്ടിലാവാം, പാർക്കിംഗ് ടിക്കറ്റ് മെഷീൻ ആവാം. അതൊരു ഡിസൈനറിനെ പോലെ നോട്ടീസ് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. യൂസർ ആരാണ്, അവരെന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, ആർക്കാണ് ലെഫ്റ്റ് ഔട്ട് ആവുന്നത്, ഡിസൈനർ ഏത് അസംഷനാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾക്കതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. 10 മിനിറ്റ് നോട്ടീസ് ചെയ്യുക, ചിലവഴിക്കുക. അതാവട്ടെ നിങ്ങളുടെ ഫസ്റ്റ് UX മസിൽ എക്സസൈസ്. അപ്പോൾ ഗുഡ് ലക്ക് ഫോർ യുവർ ഹോംവർക്ക്. ഇനി ഈ മൊഡ്യൂളിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ഡിസൈൻ എന്നാൽ സ്ക്രീൻ അല്ല, അത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങളൊരു ഡിസൈനറിനെ പോലെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം അസംഷൻസിനെ ചോദ്യം ചെയ്യണമെന്നും മനസ്സിലാക്കി. യു ഡിസൈൻ ഫോർ റിയൽ ഹ്യൂമൻ, നോട്ട് ഐഡിയൽ വൺസ്. യു മേക്ക് ടെക്നോളജി മോർ ഹ്യൂമൻ, ദാറ്റ്സ് ദ കോർ ഓഫ് UX. അപ്പോൾ ബാക്കി ടോപ്പിക്സുമായിട്ട് അടുത്ത മൊഡ്യൂളിൽ കാണാം. അതുവരെ ബൈ.